അതെ, എന്താ സംശയം? എന്നോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. സംശയമൊന്നുമില്ല. അപ്പച്ചൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പച്ചൻ ഇവിടെ എത്തിയോന്ന് ആരും വിളിച്ചു ചോദിച്ചില്ല അവിടുന്ന്. അപ്പച്ചൻ ആഫ്രിക്കയിലോട്ടൊന്നുമല്ലല്ലോ പോയത്, പത്തനാപുരത്തേക്കല്ലേ. 1 മണിക്കൂർ കൊണ്ട് ചെല്ലാവുന്ന ദൂരത്തിന് ആരൊക്കെ വിളിച്ച് തിരക്കണം എത്തിയോന്ന്. അപ്പച്ചൻ ഇവിടെ വന്നപ്പോ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. അലീന എന്ന് പറഞ്ഞൊരു പെണ്ണ് ലാലിച്ചാൻ്റെ കൂടെ അവിടെ താമസിക്കുന്നുണ്ടെന്ന്. അത് അപ്പച്ചൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ അറിഞ്ഞത്? അത് നേരത്തെ അറിഞ്ഞിട്ടില്ലായിരുന്നോ? എടാ ആൽബി, എന്തിനാടാ വെറുതെ വളച്ചു കിട്ടുന്നേ? അപ്പച്ചൻ പറഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലായത്. ഇനി അറിയാൻ വല്ലതും ബാക്കിയുണ്ടൊക്കെ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. പിന്നീട് പരാതിക്ക് പോകരുത്. ആ പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ലാൽച്ചാൻ. എടാ ആൽബി, എല്ലാവരോടും വിസ്തരിച്ചു പറഞ്ഞ് എല്ലാവരുടെ അനുഗ്രഹവും ആശീർവാദവും വാങ്ങിച്ച് അലീനയെ കൊണ്ടുവരാനേ ഇവിടെ കല്യാണം നല്ല നടക്കുന്നത്. അത് മനസ്സിലായി. എന്നാലും ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു. ആൽബി, എനിക്ക് ഞാനറിയാത്തൊരു മകളുണ്ടെന്ന് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഞാൻ തന്നെ കുറെ ബുദ്ധിമുട്ടി. അപ്പോ പിന്നെ നിന്റെയൊക്കെ കാര്യം പറയണോ? ആരോട് പറഞ്ഞാലും അവരിടം പോലിടും, കഴിയാവുന്നത്ര തടയാൻ നോക്കും. അതുകൊണ്ട് തന്നെയാ ആരോടും പറയാതിരുന്നേ. അപ്പോ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഇങ്ങനൊരു ചതി ചെയ്തത് അല്ലേ? മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? എനിക്ക് പണ്ടത്തെ ബന്ധത്തിൽ ഒരു മകളുണ്ടായി. ഇത്രയും കാലം അവൾ അനാഥയായി ജീവിച്ചു. അവളെ തിരിച്ചറിഞ്ഞപ്പോ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു. അതിലെന്താ ഇത്ര ചോദിക്കാനും പറയാനും? ലാലിച്ചാൻ അത്ര ചിന്തിച്ചുള്ളൂ, സ്വന്തം കാര്യം മാത്രം. ഞങ്ങളെ ആരെയും ലാലിച്ചാൻ ഒരു നിമിഷം പോലും ഓർത്തില്ല. നിങ്ങളെ ഓർത്താൽ എന്ത് പുണ്യം കിട്ടാനാ? നിങ്ങളോട് പറഞ്ഞാലും ഇത് തന്നെ നടക്കും, നിങ്ങൾ എതിർത്താലും നടക്കും. ഞങ്ങൾക്കും ഇതിന്റെ നാണക്കേട് അനുഭവിക്കണല്ലോ. ലാലിച്ചാന് നല്ല തൊലിക്കട്ടിയുള്ളതുകൊണ്ട് ഒരു മാനക്കേടും തോന്നത്തില്ലായിരിക്കും. ഞങ്ങൾക്കേ അത്രയും തൊലിക്കട്ടിയൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാ എന്റെ അത്ര തൊലിക്കട്ടി ഇല്ലാത്തത്? എന്റെ അപ്പൻ ഔതക്കുട്ടി തന്നെയല്ലേ നിന്റെയോ അപ്പൻ? അതോ നീ മേഡ് ചൈനയാണോ? ലാലിച്ചാൻ ഒറ്റയാള് കാരണം കുടുംബത്തിന് മുഴുവൻ അപമാനമായെന്ന് പറഞ്ഞത്. അതില്ലാന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? എടാ ആൽബി, 24 വർഷം മുമ്പ് നടന്ന സംഭവമാ. ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചതും ആ പെണ്ണിന്റെ കൂടെ താമസിച്ചതും. എനിക്കിപ്പം 24 വർഷം പിറകോട്ട് പോയി മായ്ച്ചു കളയാൻ പറ്റുമോ? ലാലിച്ചാൻ ഇതിനെ മകളാന്ന് സമ്മതിച്ചു കൊടുത്തത്, അതുകൊണ്ടല്ലേ ഏറ്റെടുക്കേണ്ടി വന്നത്.